പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഗായത്രിയുടെ തിരോധാനത്തെ പറ്റി അറിഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം ബാക്കിയായിരിക്കുകയാണ്. ഇപ്പോൾ അഭിഷേകിന്റെ മുന്നിൽ ഇതോടെ ഇനി എങ്ങനെ തന്റെ അമ്മയെ കണ്ടെത്തും എന്നുള്ള കാര്യവുമായി അഭിഷേക് മുന്നിലേക്ക് പോവുകയും ഇതേ തുടർന്ന് അമ്മയുടെ സുഹൃത്തിനെ ചെന്ന് കാണുകയും ചെയ്തിരിക്കുകയാണ്. മാത്രവുമല്ല അവിടെ വെച്ച് ഗായത്രിയെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതിനായി തയ്യാറാവുകയും ചെയ്യുന്നു. എനിക്ക് എൻ്റെ അമ്മയെ കാണണം, ആ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് നിന്റെ വിഷമം എനിക്ക് മനസ്സിലാക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് അവൾ. പക്ഷേ ഇപ്പോൾ ഗായത്രി എവിടെയാണ് എന്നുള്ള കാര്യം എനിക്കറിയില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഞാനും നിന്നെ എങ്ങോട്ടാണ് പറഞ്ഞു വിടേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതോടെ മാനസികമായി ആകെ തകർന്ന് പോയിരിക്കുകയാണ് അഭിഷേക്. ഇതേ സമയം തന്റെ അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനത്തിൽ അഭിഷേക് ഉറച്ച് നിൽക്കുകയും ചെയ്യുന്നു. പക്ഷേ എവിടെ തുടങ്ങണം, എവിടേക്ക് പോകണം എന്ന ചോദ്യവും വീണ്ടും മുന്നിൽ പാരയായി വന്ന് നിൽക്കുകയാണ്. ഇതേ സമയം ഈ കാര്യങ്ങൾ ഇതേ തുടർന്ന് അറിയാൻ ഇടയായിരിക്കുകയാണ് ദേവരാജൻ. ഇതോടെ അഭിഷേകിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ദേവരാജൻ മുന്നിലേക്ക് വരികയും ഇതിനെല്ലാം കാരണം നിന്റെ അത്യാഗ്രഹമാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. എൻ്റെ മോളെ കരയിച്ചതുകൊണ്ട് മാത്രമാണ് നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അഭിഷേക് ആകെ പതറിപ്പോകുന്നു. പക്ഷേ എന്തായാലും ഞാൻ എൻ്റെ അമ്മയെ കണ്ടെത്തുക തന്നെ ചെയ്യും, ആ കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇപ്പോൾ അഭിഷേക്. ഇതേ തുടർന്നാണ് അഭിഷേക് സോഹനെ ചെന്ന് കാണുന്നത്. സോഹനോട് ഇതേ തുടർന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് അഭിഷേക്. അതുകൊണ്ട് തന്നെ അഭിഷേക് ഇതേ തുടർന്ന് സോഹനോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. മാത്രവുമല്ല ഇതേ തുടർന്ന് സോഹൻ എവിടെ നിന്ന് അന്വേഷണം തുടങ്ങണം എന്നുള്ള ചോദ്യം മുന്നിലേക്ക് വയ്ക്കുകയും ചെയ്തതിനെ തുടർന്നാണ് പുതിയ വഴിത്തിരിവ് ഉണ്ടാകുന്നത്. ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ ഇഷ അറിയാൻ ഇടയായിരിക്കുകയാണ്. ഇതോടെ ഇഷ മുന്നിലേക്ക് വരികയും കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇഷയോട് ഇനി എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന ചോദ്യം എൻ്റെ മുന്നിൽ ബാക്കിയാവുകയാണ്. എനിക്ക് യാതൊരു പിടിയുമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ മാനസികമായി തകർന്ന് പോയിരിക്കുകയുമാണ് എന്നുള്ള കാര്യം സമ്മതിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് അഭിഷേക്. ഇതോടെ അഭിഷേകിനോട് തളരരുത് എന്ന് വ്യക്തമാക്കി മുന്നിലേക്ക് വരുന്ന ഇഷ എന്തൊക്കെ സംഭവിച്ചാലും സഹായത്തിന് ഞാനുണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഇത് പുതിയ പ്രതീക്ഷകളാണ് അഭിഷേകിന് നൽകുന്നത്. പക്ഷേ ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന രാഹുൽ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് തിരികെ എത്തുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇതിന് സമ്മതിക്കുകയില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ടാണ് അയാൾ മുന്നിലേക്ക് വരുന്നത്. മാത്രവുമല്ല സഹായവുമായി റാംമോഹനും കൂടെ നിന്നത് പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. പക്ഷേ ഇതേ തുടർന്ന് തൻ്റെ അച്ഛൻ്റെ മുന്നിൽ സത്യങ്ങൾ തെളിയിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ഇഷയും മുന്നിലേക്ക് വരുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.